വിജയുടെ ഏറ്റവും പുതിയ സിനിമ ഗോഡ്, ഡയറക്ഷൻ വെങ്കിട് പ്രഭു. വെങ്കിട് പ്രഭു ഹീറോ എന്നാണ് വെങ്കിട് പ്രഭു ഇതിന് ടാഗ് ലൈൻ തന്നെ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുക്കാറുണ്ട്. വെങ്കിട് പ്രഭു ഹോളിഡേ എന്ന് ഗോവ എന്നുള്ള മൂവിക്ക് കൊടുത്തു, വെങ്കിട് പ്രഭു ട്രീറ്റ്, ലാസ്റ്റ് മാനാടാണ് വെങ്കിട് പ്രഭു പൊളിറ്റിക്സ്. അപ്പോൾ വെങ്കിട് പ്രഭു ഹീറോ എന്നാണ് ഈ പടത്തിന് ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ക ഫാൻ ബോയ് ആയിട്ടുള്ള ഫാൻസിന് വേണ്ടിയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉള്ള ഒരു ഫിലിമാണ്. വിജയുടെ ഓൾഡ് ഫിലിംസിൻ്റെ ഒക്കെ കുറേ റെഫറൻസ്, അതുപോലെ തന്നെ വെങ്കിട് പ്രഭുവിൻ്റെ തന്നെ പഴയ ഫിലിംസിൻ്റെ ഒക്കെ റെഫറൻസ് വെച്ചിട്ടുള്ള കുറേ സീൻസൊക്കെ ഉള്ള ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഫാമിലി സീൻസൊക്കെ ഉള്ളൊരു മൂവിയാണ്. പക്ഷെ എനിക്ക് തുടക്കത്തിൽ തന്നെ സ്ഥിരം ടെംപ്ലേറ്റ്സ്, ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയിൽ ഉണ്ടാവുന്ന, എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തമിഴ് സിനിമയിൽ ഇല്ലാതിരുന്ന, ഫസ്റ്റ് ഒരു ആക്ഷൻ വരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാവശ്യമില്ലാത്ത പാട്ട്, അതിലെല്ലാവരും കൂടെ ഡാൻസ്, അങ്ങനെയാണ് പടം തുടങ്ങിയിട്ട് പോകുന്നത്. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വിജയ്, ട്രെയിലറിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അച്ഛൻ മകൻ ക്യാരക്ടേഴ്സ് ഡബിൾ റോളാണ് ചെയ്യുന്നത്. രണ്ട് അച്ഛനാണെങ്കിലും മകൻ എന്നുള്ള ക്യാരക്ടറാണെങ്കിലും രണ്ടുപേരുടെയും പെർഫോമൻസ് വൈസ് പക്കയായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റോറി വൈസ് പോകുമ്പോൾ ട്വിസ്റ്റ് ടേൺസ് ഒക്കെ വരുന്നുണ്ടെങ്കിലും വെങ്കിട് പ്രഭുവിൻ്റെ മുൻപ് സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നു അതൊക്കെ പ്രെഡിക്റ്റബിൾ ആണെന്ന് തോന്നുന്നു. മനസ്സിലാവുന്ന തരത്തിലൊക്കെ തന്നെയാണ് ട്വിസ്റ്റൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ മ്യൂസിക് സൈഡ് എനിക്ക് ഭയങ്കര വീക്കായിട്ട് തോന്നി. കാരണം വിജയുടെ സിനിമകളിലെ ഫസ്റ്റ് സിംഗിൾ ഇറങ്ങുമ്പോൾ തന്നെ അത് ട്രെൻഡിങ്ങിൽ പോകുന്ന സാധനമാണ്, ട്രെൻഡിങ് ഉണ്ടാവും. സെക്കൻഡും തേർഡും ഫോർത്ത് സിംഗിൾ വരെ ഇറങ്ങിയിട്ടും ഇതിൽ ഒരു പാട്ട് പോലും എനിക്ക് തോന്നുന്നു ഒരു ഹിറ്റ് ലിസ്റ്റിൽ കയറിയിട്ടില്ല എന്ന് തോന്നുന്നു. വിജയുടെ പഴയ മൂവീസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വിജയുടെ ഏറ്റവും മോശം പാട്ടുകളുള്ള ഒരു ഫിലിമായിട്ട് തോന്നി. ഇവൻ എന്ത് മൈൻഡിലാണ് ചെയ്തതെന്ന് അറിയില്ല. അതുപോലെ ഒരുപാട് ക്യാമിയോസ് വന്നു പോകുന്നുണ്ട്. ഇതൊക്കെ വെങ്കിട് പ്രഭുവിൻ്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ കോമഡി പാറ്റേൺ ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ടോട്ടലി എനിക്ക് എന്തൊക്കെയോ ചെയ്തു കൂട്ടി, പക്ഷെ ഒന്നും ആയില്ല. തിയേറ്ററിൽ തന്നെ ആൾക്കാർ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നി. ഒരു പക്ക ഫാനാണെങ്കിൽ നിങ്ങൾ വിജയുടെ ലൈഫ് ഫോളോ ചെയ്യുന്ന, വിജയുടെ പൊളിറ്റിക്കൽ എൻട്രി ഒക്കെ അനൗൺസ് ചെയ്തു. അപ്പോൾ അതൊക്കെ നോക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ഓൾഡ് മൂവി റെഫറൻസും അങ്ങനെയുള്ളതൊക്കെ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക്. അതുപോലെ ഏജിങ് ആയിട്ടുള്ള കുറേ സീൻസൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ട്രെയിലറിലും ടീസറിലും ഒക്കെ കണ്ട സമയത്ത് അതൊരു ബോറായിട്ട് തോന്നി. പക്ഷെ സിനിമയിൽ അങ്ങനെ അത്ര ബോറായിട്ടൊന്നും തോന്നുന്നില്ല. വെങ്കിട് പ്രഭു എന്തെങ്കിലും പുതിയതായിട്ട് പറയും എന്ന് വിചാരിച്ചു. കാരണം മാനാടിലൊക്കെ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു, ആ പടം ഹിറ്റും ആയിരുന്നു. ഇതിൽ സ്ഥിരം ടെംപ്ലേറ്റ് തന്നെയാണ്, ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയുടെ എങ്ങനെയാണ് പോകുന്നത്, വെങ്കിട് പ്രഭുവിൻ്റെ ലാസ്റ്റ് മൂവീസൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് പോകുന്നുള്ളത്. അപ്പോൾ വിജയിന് രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് എത്ര ഫിലിംസ് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ പക്ക വിജയ് ഫാനാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ വിജയുടെ മൂവീസ് അറിയാലോ, ഇയറിൽ ഒരു പടമൊക്കെയാണ് വരുന്നത്. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ കാണാം, അല്ലാതെ മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി ആണെന്ന് ഞാൻ പറയുന്നില്ല.